ഒരു കാലത്ത് ഒരു വീടില്ലാണ്ട് കുറേ കഷ്ടപ്പെട്ട നിമിഷങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീട് വാങ്ങിച്ചത്. അങ്ങനെ അതുവരെ മേലാക്കത്ത് താമസിച്ച് ഞങ്ങളിവിടെ പുല്ലൂരിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ കഷ്ടപ്പെട്ട കാലങ്ങളുണ്ടല്ലോ, അതൊക്കെ മാറി നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും സുവർണ കാലഘട്ടം അതായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മുടെ ദിവസങ്ങൾ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരുന്നു നമ്മളത്. അൽഹംദുലില്ലാ എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ഏകദേശം ഒരു മഗ്‌രിബൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ക്ലീനിങ് ഒക്കെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ എന്താന്ന് ഒരു പക്ഷേ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൾക്കറിയാവുന്നതായിരിക്കും. എൻ്റെ അനിയത്തിയും അനിയനൊക്കെ എബ്രോഡാണ് കേട്ടോ. ഉമ്മച്ചി മരിച്ചിട്ട് 3 വർഷമായിട്ടുണ്ട്. ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ അനിയത്തി നാട്ടിലെത്തും. അതുവരെ ഉപ്പച്ചി ഇവിടെ എൻ്റെ അടുത്ത് അനിക്കേത്തത്തെ വീട്ടിലാണ്. എനിവേ നമ്മളൊരു ദിവസത്തിന് ഇവിടെ വീട്ടിലേക്ക് വന്ന് കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് നോമ്പൊക്കെയല്ലേ വരുന്നത്, അത് പ്രമാണിച്ച് ഒന്ന് തട്ടിക്കുട്ടി വീടിനെ ഒന്നുകൂടെ ഉഷാറാക്കി വെക്കാമെന്ന് വിചാരിച്ച് മാറാലത്തട്ടിലൊക്കെ ഇപ്പച്ചി സ്റ്റാർട്ട് ചെയ്തിരിക്കണം കേട്ടോ. അകത്തതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മാറാല പിന്നെ നമ്മളിവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു കുറവുണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ തൽക്കാലം ഞാൻ ഇന്ന് ലീവ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പച്ചി ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ല കേട്ടോ. എന്നെക്കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് കഴിയൂല എന്നല്ല, ഐബുട്ടൻ ഉള്ളതുകൊണ്ട് അവൻ്റെയും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ, അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി. ഇന്നിപ്പോൾ നമ്മൾ നെയ്പ്പത്തലുണ്ടല്ലോ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഓടിട്ട വീടാവുമ്പോൾ പൊടികളൊക്കെ കുറച്ച് കൂടുതലേക്കാരം, അത്യാവശ്യം നല്ല പണിയുണ്ടാവും. പണി ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും കേട്ടോ. എന്നാലും അങ്ങനെയല്ല, കുറച്ച് പഴക്കം ചെല്ലും തോറും വീട്ടിൽ പണികൾ കൂടിക്കൊണ്ടേയിരിക്കും. എന്തായാലും നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ ആദ്യം ഈ ഒരു ചടങ്ങട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണിയെടുക്കാനൊക്കെ ഒരു പ്രത്യേക എനർജി അങ്ങോട്ട് വരും. നമ്മൾ എണീറ്റാൽ അതിൻ്റെ പുറകെ തന്നെ ഐബുട്ടനും എണീക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മളിന്ന് പണിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് തന്നെ എണീറ്റിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തിരിച്ച് നമ്മുടെ ആനക്കയത്തത്തെ വീട്ടിലോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട്. മുറ്റാണെങ്കിൽ ആകെ മൊത്തം ചമ്മൽ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അതായത് പുല്ലൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇലകളിങ്ങനെ നിറഞ്ഞ് ആകെ ഇങ്ങനെ മൂടിക്കിടക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നേ. അകം വല്ലാണ്ട് പൊടികളൊന്നുമില്ല, മുകളിൽ പൊടിയുണ്ട്, മാറാല തട്ടിയതുകൊണ്ടുള്ള പൊടിയുണ്ട് എന്നുള്ളൂ. ഇപ്പച്ചി ഇങ്ങനെ പണിക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വാരിയിടലുണ്ട് കേട്ടോ അകൊക്കെ. അപ്പോൾ അകത്ത് വലിയ പൊടികളൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ മുറ്റത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. മുറ്റം ആണുങ്ങൾ അങ്ങനെ പൊതുവേ അടിച്ചു വാരൽ കുറവാണ്, അകം തന്നെ കുറവാണ്. എൻ്റെ ഫാമിലിയിലുള്ള ഏറ്റവും വലിയ മെച്ചം, അതായത് തോട്ടത്തുകാരെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ ആണുങ്ങൾ ചെയ്യണ പണി പെണ്ണുങ്ങൾ ചെയ്യണ പണി അങ്ങനത്തെ വേർതിരിവുകളൊന്നുമില്ല. ഓലെല്ലാ പണിയും ചെയ്യും. ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ്, പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനത്തെ നല്ലൊരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് കേട്ടോ. അത് ഒരു സമാധാനമുള്ള കാര്യമാണ്. ഈ ഒരു പപ്പായ മരം പണ്ട് നല്ലോണം പപ്പായൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവണില്ല കേട്ടോ. പിന്നെ വെറുതെ അതിൻ്റെ ഓരോ സാധനങ്ങൾ ചമ്മലുകൾ ഇങ്ങനെ ഉണങ്ങിച്ചാടി അവിടെ മൊത്തം വേസ്റ്റായി പോവാന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് പിന്നെ ഞാൻ ആ ഒരു ഭാഗം കൂടെ നന്നായിട്ട് തന്നെ അടിച്ചു വാരി വൃത്തിയാക്കിയിടുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുറേ മുറ്റൊന്നുമില്ല കേട്ടോ, ആകെ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ അടിച്ചു വാരാനൊന്നുമില്ല. ഈ ഒരു മുന്നിലുള്ള ഈ ഒരു ഭാഗവും പിന്നെ ആ സൈഡിൽ ഞാൻ നേരത്തെ അടിച്ചു വാരിയല്ലോ ആ ഒരു ഭാഗവും, അത്ര മാത്രമേ ഉള്ളൂ അടിച്ചു വാരാനെന്ന് പറയാൻ വേണ്ടിയിട്ട്. വയ്യ പിന്നെ ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മുറ്റത്തിൻ്റെ അവസ്ഥയൊന്നൊന്നുമല്ല, അതിനേക്കാൾ ദയനീയമായ അവസ്ഥയായിരുന്നു വയ്യൻ്റെത് കേട്ടോ. എന്തായാലും അതൊക്കെ നമ്മൾ തൂത്തുവാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മാറാലത്തട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പച്ചി ഇതാ അടുത്ത ഡ്യൂട്ടിയിലോട്ട് കടന്നിട്ടുണ്ട്. നമ്മുടെ ചുമരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെള്ളമടിച്ച് വൃത്തിയാക്കി കഴുകുവാണ്. കാക്കയും പൂച്ചയും താറാവൊക്കെ അപ്പിയിട്ട് ഉണക്കി വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഉണങ്ങി പിടിച്ച് കിടക്കുവാണ്. നല്ലോണം ഉരച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളതെല്ലാം. സാധാരണ നോമ്പിനോടനുബന്ധിച്ച് നമ്മളെല്ലാ പ്രാവശ്യവും പെയിൻ്റ് അടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും ഞാൻ പറയുകയാണ്, നമ്മളെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൽക്കറിയാം എൻ്റെ ഉപ്പച്ചിൻ്റെ ജോബ് എന്ന് പറയുന്നത് ആൾ പെയിൻറ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക്
പുറത്തുനിന്നൊരു പെയിൻറ്ററിനെ ഇറക്കേണ്ട ആവശ്യമില്ല. സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആളുണ്ട്. അതുകൊണ്ട് ഇപ്പച്ചി തൽക്കാലം ഇപ്രാവശ്യം പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. അതായത് ഇങ്ങനെ പുറം ചുമരുകൾ അടിച്ചിട്ടില്ല കേട്ടോ. പകരം നമ്മളിങ്ങനെ ജനൽ, വാതിൽ, പിന്നെ ആ ഒരു ബ്ലാക്ക് തറ ഉണ്ടല്ലോ ഫ്രണ്ടിലുള്ള, അതൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. കസേര നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കഴുകി വെച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് വല്ലാണ്ട് പൊടിയൊന്നുമില്ല. ഇനി ഉള്ള പൊടി തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ മാറാലൊക്കെ തട്ടിയതല്ല, അപ്പോൾ ഉള്ള ആ ഒരു പൊടിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തുണി നനച്ച് തുടക്കൂലേ, അങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ദെൻ ജനലും വാതിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ ഉപ്പച്ചി പറഞ്ഞു വല്ലാണ്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിമേലൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ നന്നായിട്ട് ഇങ്ങനെ എഫേർട്ട് ഇട്ടിട്ട് ക്ലീൻ ആക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ആ പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുക്കണുള്ളൂ കേട്ടോ. ഇത്താത്താക്ക് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഐബുട്ടൻ്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. ആളെ നോക്കുന്ന ഡ്യൂട്ടി ഫുള്ള് ഓളങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഓന് ഫുഡ് കൊടുക്കണതായാലും മേല് വരെ അവൾ കഴുകി കൊടുക്കും കേട്ടോ. തല നനക്കാൻ പേടിയാണ്, ഞാനത് ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല, എന്നാലും മേലൊക്കെ കഴുകി കൊടുക്കും ആൾ. കുഞ്ഞനിയനെ ഭയങ്കര കെയറിങ് ആണ്. അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്, അതായത് ഓല് തമ്മിലുള്ള ആ ഒരു ബോണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്, ഞാനും അനിയനൊക്കെ പണ്ട് ഭയങ്കര തല്ലുപിടുത്തായിരുന്നു. ഏത് നേരം ഉപ്പച്ചിക്കൊക്കെ ഞങ്ങളെ തർക്കം തീർക്കാനേ ഒഴിവുണ്ടാവുള്ളൂ കേട്ടോ. അങ്ങോട്ട് ചവിട്ടിയിട്ടും ഇങ്ങോട്ട് ചവിട്ടിയിട്ടും മുടി പിടിച്ച് വലിച്ചിട്ടും മറിച്ചിട്ടും ഇപ്പച്ചൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ പരാതി കേൾക്കാനേ ഒഴിവുണ്ടാവുള്ളൂ. ആ ഒരു അവസ്ഥയായിരുന്നേ. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തന്നെ ആയിരിക്കും. വേറെ പുറത്തുനിന്നുള്ള ഒരാളൊന്നും നമുക്ക് ഇറക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത്രയും നല്ല രീതിയിലാണ് ഞങ്ങളുടെ ആ ഒരു ബോണ്ട് അൽഹംദുലില്ലാ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിഷും അതൊക്കെ കണ്ടിട്ട് തന്നെ നിഷും ഐബുട്ടനൊക്കെ വളരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. ജനലും വാതിലൊക്കെ പൊടിയൊക്കെ തുടച്ചെടുത്ത സ്ഥിതിക്ക് നമ്മൾ നേരെ റൂമിലോട്ട് കടന്നിട്ടുണ്ട്. ഈ ഒരു ഷെൽഫിനകത്ത് ആകെ മൊത്തം ഇങ്ങനെ ഡിസോർഡറായി കിടക്കുമായിരുന്നു. ഒരുപാട് അങ്ങനെ ഡിസോർഡറായി കിടക്കണമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ തുടച്ചെടുത്ത്, അതായത് പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നീറ്റാക്കി വെച്ചു കേട്ടോ. ഈ ഒരു സെയിം ഡേ തന്നെ നമ്മൾ അനക്കേത്തേക്ക് പോണതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ നമ്മൾ പഴയ ബെഡ്ഷീറ്റ് തന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ. കാരണം പുതിയത് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവിടെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ തൽക്കാലം പില്ലോ കവർ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല നമ്മൾ. ജസ്റ്റ് ഇങ്ങനെ ഒക്കെ ഒരു പഴയത്, അതായത് അതിമുള്ളതെടുത്ത് തിരുമ്പി എന്നിട്ട് പഴയ ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ് നമ്മൾ വിരിച്ച് സെറ്റാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഷോക്കേസിലായാലും നമ്മൾ ഷോക്ക് വേണ്ടിയിട്ടൊന്നും വെക്കലില്ല. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഓലൊക്കെ അത് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് ആകെ അലങ്കോലാക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് യൂസാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ദെൻ നേരെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അത് പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഐബുട്ടനെയും നിഷോനെയും കൂടാതെ തന്നെ അനക്കയത്തു നിന്ന് പോന്നപ്പോൾ നമ്മളൊരു വത്തക്കനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കലക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ച്, കാരണം അത്യാവശ്യം എനർജിയൊക്കെ പോയിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ പരിപാടിയല്ലേ. അപ്പോൾ നമ്മൾ വത്തക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ വത്തക്ക വെള്ളം ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കൊടും ചൂടത്ത് ഈ തണുത്ത വത്തക്ക വെള്ളം കുടിച്ചപ്പോൾ ഭയങ്കര സുഖം കേട്ടോ. മനസ്സിനും വയറിനും എല്ലാത്തിനും ഭയങ്കര സുഖമായിരുന്നു. ഒരു പ്രത്യേക എനർജി ആയിരുന്നു അപ്പോൾ നമുക്കുണ്ടായത്. പിന്നെ വത്തക്ക തന്നെയാണ് നിങ്ങൾ പറയാമെന്ന് എനിക്കറിയില്ല, നമ്മളിവിടെ വത്തക്ക എന്നാണ് പറയുക. തണ്ണിമത്തൻ, വാട്ടർമെലൻ, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കതൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അതായത് സംഭവം നമ്മളെല്ലാവരും മലയാളമാണ് പറയണത്, എന്നാലും അങ്ങനെയല്ലല്ലോ. നമ്മൾ പറയുന്ന ആ ഒരു സാധനത്തിന് തന്നെ വേറെ ആൾക്കാർ വേറൊരു പേര് പറയുന്നത് കേൾക്കുമ്പോൾ അതൊരു രസമല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്തായാലും ഇതാ നമ്മുടെ വത്തക്ക വെള്ളമൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാസ് അതൊന്നും നോക്കണ്ട, ജസ്റ്റ് വീഡിയോക്കും വേണ്ടിയിട്ട് ഷോക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അല്ലാതെ ഇവിടെ ഇങ്ങനെ പെട്ടിയിൽ ഇങ്ങനെ കിടന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ കാണുമ്പോൾ നല്ലൊരു ഭംഗി അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഇതിലൊന്നല്ല കുടിക്കല്, നമുക്ക് ഇവിടുത്തെ സാധാ ഗ്ലാസ്സിൽ മാത്രമേ നമ്മൾ കുടിക്കലുള്ളേ. ഐബുട്ടൻ്റെ മുടി നമ്മളിവിടെ പുല്ലൂരിൽ തന്നെയാണ് വെട്ടൽ കേട്ടോ. അതായത് വെട്ടലല്ല, മുട്ടക്കുട്ടി ആക്കല്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബാർബർമാർ ഒരു പിടുത്തമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴാണ് വരേണ്ടത് എന്ന്. അപ്പോൾ ആൾ പറഞ്ഞത് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ മതിയെന്ന്. അങ്ങനെ കൃത്യം 12 മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. 10 മാസമായിട്ട് ഐബുട്ടന് അതിൻ്റെ ഇടയിൽ നമ്മളൊരു 5-6 പ്രാവശ്യമെങ്കിലും മുട്ടക്കുട്ടി ആക്കിയിട്ടുണ്ടാകും. പക്ഷേ ഇതുവരെ ഇല്ലാത്തൊരു കരച്ചിലേനു ഓന്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓന് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. പരിചയമുള്ളോലും ഇല്ലാത്തോലും എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ കരയാത്ത ഒരാൾ കരയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ. നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് കരച്ചിലൊക്കെ തുടങ്ങി.
സൂനുന്നു ആക്കലായ കരച്ചിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുടിയൊക്കെ വെട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ അതിനുള്ള സമയമൊന്നും നമുക്കില്ലേനു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇന്ന് തന്നെ തിരിച്ച് നമ്മുടെ അനക്കയത്തത്തെ വീട്ടിലേക്ക് പോകണം എന്നുള്ളത്. സോ പ്രത്യേകിച്ച് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓനങ്ങോട്ട് കരയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മുട്ട കുട്ടിയാക്കിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുട്ടക്കുട്ടിയായി കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾ പിടിച്ചിട്ട് മുട്ടക്കുട്ടി ആക്കണത്. ഈ പണിൻ്റെ തിരക്ക് കൂടെ ഇന്നിപ്പോൾ ഇനി ലഞ്ച് ഉണ്ടാക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ. ഇത് മതിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നെയ്യപ്പം, പിന്നെ വേറെ എന്തോ ഒരു സാധനം ഉണ്ട്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കൊടുന്ന പാടന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഒരു 12 മണിക്കായപ്പോഴാണ് നമ്മൾ പോയത് എന്നുള്ളത്. നിഷും ഞാനൊക്കെ പാൽ ചായ ലവേഴ്സാണ്. പക്ഷേ എനിക്ക് ഈ നെയ്യപ്പത്തുക്കും കൽത്തപ്പത്തുക്കൊക്കെ കട്ടൻ കുടിക്കണതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഓക്ക് മാത്രം വെള്ളച്ചായ ഉണ്ടാക്കി, ഇൻകുപ്പച്ചിക്കും കട്ടനും ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിച്ച് ലഞ്ച് ഞാൻ പറഞ്ഞല്ലോ ഇതിലൊതുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നല്ല പിന്നെ നടന്നത്. അനിയൻ്റെ വക അവന് ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മൊത്തത്തിൽ ഇവിടെ പണിയുള്ള ദിവസമല്ലേ. അപ്പോൾ ഓൻ്റെ വക ബിരിയാണിയൊക്കെ നമുക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ. ആളുടെ ഫ്രണ്ട് അത് വീട്ടിലേക്ക് കൊടുന്നേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ ഐബുട്ടൻ നല്ല ഉറക്കാണ്. നമ്മൾ പിന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള പരിപാടിയിലോട്ട് കടന്ന് പക്ഷേ ഇതവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ പെയിൻറ്റിങ്, ജനലും വാതിലും, പിന്നെ ഫ്രണ്ടിൽ ചുമരൊന്നും അടിക്കണില്ല. ആ താഴെ ഭാഗമുണ്ട്, അതായത് നമ്മുടെ തറ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏരിയ, അതും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ വേഗം ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചേ. അതായത് ഇതിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമില്ലാത്തതും മുഴുവൻ ഒഴിവാക്കി. ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളതും മുഴുവൻ ആവശ്യമുള്ള സാധനങ്ങളേക്കാരും. അപ്പോൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ എടുത്ത് ആദ്യം ഒഴിവാക്കി കേട്ടോ. എന്നിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ മാത്രമേ അതിൽ വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ നമുക്ക് വലിയ പരിപാടികളൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ സ്ഥിതിക്ക് അകക്കൊന്ന് അടിച്ചു വാരി തുടച്ചിടുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. എൻ്റെ അമ്മച്ചി പൊന്നു പോലെ നോക്കിയ വീടാണ് കേട്ടോ. അപ്പോൾ ആ വീട് ഇങ്ങനെ അലങ്കോലായി കിടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ അതിനൊന്നും നിൽക്കലില്ല. നമുക്ക് വയ്ക്കും പോലെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കിയിടാൻ മാക്സിമം ശ്രദ്ധിക്കും. ലഞ്ച് ടൈമിൽ നമ്മൾ ടീയും സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ലഞ്ച് ഉണ്ടല്ലോ അത് കുറച്ച് വൈകിട്ട്, അതായത് ഒരു 3-4 മണി എങ്ങാണ്ടായിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അനിയൻ്റെ വകയാണ് നമുക്ക് ഫുഡ്. ഇന്ന് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ബാക്കിയുള്ള ഫുഡും അല്ലാത്തതും എല്ലാം നമ്മൾ കെട്ടിപ്പെറുക്കിയിട്ടുണ്ട്. നമുക്കിനി നേരെ ആനക്കയത്തേക്ക് പോകാനുള്ള സമയമായിട്ടോ. അതായത് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇപ്പച്ചി ഓട്ടോവിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ടൈം ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങുകയും വേണം. എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീടൊക്കെ അടച്ച് പൂട്ടി വീണ്ടും ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോൾ സങ്കടമുണ്ട്, പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ വേറെ വഴിയില്ല, അതുകൊണ്ടാണ് നമ്മൾ പോണത്. സോ ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ വീടും ക്ലീനിങ്ങും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.